ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. നാളെ UK ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഫാദേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർ ഈ ലോകത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ ചെയ്ത വലിയ കാര്യങ്ങൾ ഓർക്കുവാൻ, അതിന് ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു അവസരവും കൂടെയാണല്ലോ ഈ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം അത് സെലിബ്രേറ്റ് ചെയ്യുന്നുവെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ മാതാപിതാക്കന്മാർ ആമേൻ അവരുടെ വിശ്വാസ ജീവിതം, വിശുദ്ധി നിറഞ്ഞ ജീവിതം, അവർ നമ്മളെ ഏത് നിലകളിൽ കരുതി സ്നേഹിച്ചു എന്നുള്ളത് എപ്പോഴും ഓർക്കുകയും അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ദൈവഭക്തനുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആ ഭക്തന്റെ പേര് ജോഷുവ എന്നുള്ള ഭക്തനായ മനുഷ്യൻ. ആമേൻ. ജോഷുവ പറഞ്ഞതായ ചില തിരുവചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനകൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ ഒരു നിമിഷം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 15. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. But as for me and my house, we will serve the Lord. ഏകദേശം 110 വയസ്സുള്ള ഒരു വിശുദ്ധനായ, പ്രായം ചെന്ന ഭക്തനായ മനുഷ്യൻ സഭയുടെ മധ്യേ, സമൂഹത്തിന്റെ മധ്യേ പ്രഖ്യാപിക്കുന്നതായ ഒരു തിരുവചന ഭാഗമാണ്, അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ ജനത്തിന് നൽകുന്നതായിട്ടുള്ളൊരു ഫെയർവെൽ മെസ്സേജാണ് 23 24 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തൻ്റെ മുൻപിൽ വെച്ച ഓട്ടം സ്ഥിരതയോടെ ഓടി അനുഗ്രഹീതമായ വിശുദ്ധ ജീവിതം നയിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സേവിച്ചും മരുഭൂമിയുടെ യാത്രകളില്, ജീവിതത്തിന്റെ അനേകം പ്രതിസന്ധികളിൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ദൈവത്തോടു കൂടെ യാത്ര ചെയ്ത് ഇതാ തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദൈവജനത്തിന് നൽകുന്ന ചില ഉപദേശങ്ങളാണ് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജോഷുവ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞതായ ചില വാക്കുകൾ, താൻ കർത്തൃസന്നതിയിലേക്ക് ചേർക്കപ്പെടുന്നതിന് മുമ്പ് യോശുവ പറയുന്നതായ ചില ഉപദേശങ്ങൾ, ഒരുപക്ഷെ അത് ഉപദേശമായിട്ടോ കമാൻഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാണിംഗ് ആയിട്ടോ ഏത് നിലയിലും നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ഭക്തൻ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ദൈവജനത്തോട് സംസാരിക്കുകയാണ്. ആ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. 40 വർഷത്തെ മരുഭൂമി യാത്ര അവിടെ അവസാനിച്ച് ഇതാ ഇസ്രായേൽ ജനം ഒന്നടങ്കം സകല ഗോത്രങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പുതിയ സ്ഥലത്തേക്ക്, വാഗ്ദത്ത സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ സെറ്റിലാകുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ വാഗ്ദത്ത സ്ഥലത്ത്, കനാൻ ദേശത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കർത്താവിനെ സേവിക്കണം
എങ്ങനെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായ നിലയിൽ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അനേകം ഇവന്റ്സിന് സാക്ഷ്യം വഹിച്ച ഒരു ഐ വിറ്റ്നസ് ആണ് യോശുവ എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി മിസ്രൈമിൽ തന്നെ ഈ യോശുവ കണ്ടിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ എങ്ങനെയാണ് വിടുവിക്കുന്നത്, ആ തുടക്കം എങ്ങനെയാണ്, അവിടെ വ്യാപരിച്ച ആ ദൈവിക ശക്തി, അതിന് ആദ്യമായി ഈ യോശുവായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനിടയായി തീർന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കുന്നു. ഒരു ഉണങ്ങിയ നിലത്തുകൂടി തന്റെ ജനത്തെ ദൈവം നയിക്കുന്നു. അതിനും ഈ യോശുവ അവിടെ സാക്ഷിയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ പല യുദ്ധങ്ങളും, ശത്രു സൈന്യങ്ങൾ പല യുദ്ധങ്ങളിലൂടെ കടന്നുപോയ വേളകളിലും അവിടെ സ്വർഗത്തിലെ ദൈവം നൽകിയതായിട്ടുള്ള ആ വലിയ ആ വിടുതൽ, ആ ജയം കണ്ടതായിട്ടുള്ള വ്യക്തിയാണ്. മോശയുടെ സഹശുശ്രൂഷകനായി ജനത്തെ നയിക്കുന്നതിന് വേണ്ടി പങ്ക് വഹിച്ചതായിട്ടുള്ള ഭക്തൻ. അതുപോലെ തന്നെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ 12 പേരെ അയക്കുമ്പോൾ അതിലെ ഒരാളായി തീരുവാനായിട്ടുള്ള ഭാഗ്യം, അതിനും സാക്ഷ്യം വഹിക്കുവാനായിട്ട് യോശുവായ്ക്ക് സാധിക്കുകയാണ്. അത് കണ്ട് മടങ്ങി വന്ന 2 വിശ്വസ്തരായ മനുഷ്യർ, ആ 2 പേരിൽ ഒരാളായി തീരുവാനായിട്ടുള്ള ഭാഗ്യം ഇവിടെ ആ യോശുവായ്ക്ക് ലഭിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തയോടെ നിന്ന ഒരു ഭക്തനായ മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. 40 വർഷം മരുഭൂമി യാത്രയെ അതിജീവിച്ച് ഒരു തലമുറയുടെ ഭാഗമായി തീരുവാൻ യോശുവായ്ക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യോശുവായുടെ ജീവിതം മുഴുവനും ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ്. അത് കാണുവാനായിട്ട് യോശുവായ്ക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. യോശുവ എല്ലാ ഇസ്രായേലിനെയും, അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ആരെയൊക്കെയാണ്? എല്ലാ ഇസ്രായേലും അവിടെയുണ്ട്. അവരുടെ മൂപ്പന്മാരുണ്ട്, പ്രധാനികളുണ്ട്, ന്യായാധിപന്മാരുണ്ട്, പ്രമാണികളുണ്ട്. ഇവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് അവരെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ വാൺ ചെയ്യുകയാണ്. ഈ വൃദ്ധനായ, വയസ്സ് ചെന്ന, വിശുദ്ധനായ, ദൈവമഹത്വം കണ്ട, ദൈവ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചതായിട്ടുള്ള ഈ യോശുവ ജനത്തോട് പറഞ്ഞ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, 23-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. ദൈവജനത്തിന് യോശുവ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശമാണ് 6-ാമത്തെ വാക്യം. എല്ലാ പ്രമാണങ്ങളും സൂക്ഷിക്കുക, അത് അനുസരിക്കുക, അത് ചെയ്യുക. ബി വെരി സ്ട്രോങ്. ഉറപ്പുള്ളവരായിരിക്കുവാനായിട്ടാണ് മോശ അവിടെ തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നത്. ഈ തിരുവചനത്തിൽ നിന്ന് ഒരു പുതിയ രാജ്യത്ത്, ഒരു പുതിയ സ്ഥലത്ത് നിങ്ങളുടെ ആത്മീയ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ഇടയാകരുത്. ഈ വചനത്തെ മുറുകെ പിടിച്ച് വചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ഒന്നാമതായിട്ട് കൊടുക്കുന്ന സന്ദേശം അതാണ്, ബി വെരി സ്ട്രോങ്. പലപ്പോഴും വചനത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനായിട്ട് സാധ്യതകൾ വരും, ഒരുപാട് ചലഞ്ചസ് വരും, ഒരുപാട് പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അപ്പോൾ ഈ വചനത്തിൽ
ഈ പ്രമാണം എങ്ങനെയാണോ പറയുന്നത്, വചനം എന്താണോ പറയുന്നത്, മനുഷ്യർ പറയുന്ന വാക്കുകളല്ല, ഈ പ്രമാണം ദൈവത്തിന്റെ വചനം എന്താണോ പറയുന്നത്, ആ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തമായ നിലപാട്, സ്ട്രോങ് ആയിരിക്കണം. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാൻ ഇടയാകാതെ വചനത്തെ നോക്കി മുൻപോട്ട് ജീവിക്കുവാനായിട്ട് അവിടെ ആവശ്യപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. അവിടെ 6-ാം വാക്യം വായിക്കുന്നത് ആകയാൽ എന്നുള്ള ഒരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ്. Therefore, നിങ്ങൾ എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കണം? എന്തുകൊണ്ട് വചനത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം? കഴിഞ്ഞ നാളുകളിൽ അതിന്റെ മുമ്പിലത്തുള്ള വാക്കുകൾ, വചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത നിങ്ങൾ കണ്ടവരാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടവരാണ്. ആ ദൈവം നിങ്ങളോട് കൽപ്പിച്ച ഒരു വാക്ക് പോലും ദൈവം ഫെയിലാക്കിയിട്ടില്ല. അതെല്ലാം നിവർത്തിച്ചു. അത് മരുഭൂമി യാത്രയിൽ നിങ്ങൾ കണ്ടവരാണ്. ആകയാൽ therefore be very strong. ഈ വചനത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാനിടയാകരുത്. എന്ത് ചെയ്താലും അവിടെ എന്താണ് പറയുന്നത്? ഈ വചനം നിങ്ങൾ സൂക്ഷിക്കുന്നവരും ആ വചനം നിങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കണം. ആമേൻ. നമുക്കൊരു പ്രമാണമുണ്ട്. ഇതാണ് നമ്മുടെ യാത്രയുടെ നമ്മൾ എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ കർത്താവിനെ സേവിക്കണം, എങ്ങനെ കർത്താവിനെ ആരാധിക്കണം, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അത് വിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൽ സ്ട്രോങ് ആയിരിക്കണം. ലൈറ്റായിട്ട് കാണരുത്. നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സെർവിങ് ദ ലോർഡ് അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ലൈറ്റായിട്ട് കാണാതെ ആ വചനത്തിൽ നമ്മൾ ഉറപ്പോടുകൂടെ മുൻപോട്ട് പോകണമെന്നാണ്. വചനം നോക്കണം. എന്ത് ചെയ്താലും ആ വചനത്തിൽ, പ്രമാണത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ചേ മുൻപോട്ട് യാത്രയാകാവൂ എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ, വലിയ സാധനങ്ങൾ, കുറച്ച് വലിയ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ആ ബോക്സിനുള്ളിൽ ഒരു മാനുവൽ കാണും. ആ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പം ആ സാധനം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ശരിയായ നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന, ആ മാനുവലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ പ്രമാണിച്ചെങ്കിൽ മാത്രമേ ആ സാധനം നല്ലതുപോലെ വർക്ക് ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ശരിയായിട്ട് വർക്ക് ചെയ്യില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. ആ വാഷിംഗ് മെഷീൻ്റെ ആ ബോക്സിനുള്ളിൽ അതിൻ്റെ മാനുവൽ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പുതിയ വാഷിംഗ് മെഷീൻ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആ ബോക്സിനുള്ളിലുള്ള മാനുവല്, ഞാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനത് വായിച്ച് ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തു. ഞാൻ ചിന്തിച്ചു എല്ലാം റെഡിയായി. ഞാൻ എന്ത് ചെയ്തു, ആ വാഷിംഗ് മെഷീൻ ഒരു ട്രയൽ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് അത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ വാഷിംഗ് മെഷീൻ ആ യൂട്ടിലിറ്റി റൂമിൽ ഭയങ്കര വൈബ്രേഷനിൽ ആ റൂം മുഴുവനും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഞാനത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ട് അത് നിൽക്കുന്നില്ല. അതിങ്ങനെ ഭയങ്കര വൈബ്രേറ്റ് ചെയ്ത് അതിങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണ് സംഭവിച്ചത്? എല്ലാം ഞാൻ ശരിയായിട്ട് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണല്ലോ എല്ലാം ചെയ്തത്, എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവസാനമായിട്ട് ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നത് ചെയ്തോ. ഞാൻ പറഞ്ഞു അതെല്ലാം ചെയ്തു, അതെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തത്. അവസാനം അവരെന്നോട് പറഞ്ഞു, ആ വാഷിംഗ് മെഷീൻ്റെ പുറകിൽ ഒരു 4 ബോൾട്ടുണ്ട്, ആ ബോൾട്ട് വല്ലതും ചെയ്തോ? ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ തൊട്ടില്ല, കാരണം എന്തെങ്കിലും തൊട്ടാൽ അത് പ്രശ്നമായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊന്നും തൊട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ആ 4 ബോൾട്ട് നിങ്ങൾ റിമൂവ് ചെയ്യണം, റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനത് വീണ്ടും ആ 4 ബോൾട്ടുകളും റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് പ്രവർത്തിച്ചപ്പോൾ യാതൊരു വൈബ്രേഷനും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഇരുന്ന സ്ഥലത്ത് കൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു.
ഞാൻ പിന്നെ ആ മാനുവലിൽ തിരിച്ചുപോയി അത് അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കി വീണ്ടും അത് ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്. ആ 4 ബോൾട്ടാണ് അത് ഒരിടത്തിരിക്കാതെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആമേൻ ഓടുവാനായിട്ടിടയായി തീർന്നത്. ദൈവത്തിന്റെ പൈതലെ, ഞാൻ അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആമേൻ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. എന്താണ്? ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആമേൻ ഒരു മാനുവൽ ഉണ്ട്, ഒരു അത് നമ്മൾ വായിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ പൈതലെ, ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു പ്രമാണമുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് സകലതും. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം, ഇതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു പരാജയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. യോശുവ പറയുന്ന രണ്ടാമത്തെ കാര്യം, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. ബട്ട് യു ഷാൽ ക്ലിങ് ടു ദ ലോർഡ്. അവിടെ ആ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയാണോ കർത്താവിനോട് ചേർന്നിരുന്നത്, പറ്റിച്ചേർന്നിരുന്നത്, അതുപോലെ അവിടെ അതേപോലെ പറ്റിച്ചേർന്നിരിക്കുവാനായിട്ട് യോശുവ ആവശ്യപ്പെടുകയാണ്. യു ഷാൽ ക്ലിങ് ടു ദ ലോർഡ് യുവർ ഗാഡ്. ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം ഒരു കാര്യം വാസ്തവമാണ്. നമ്മൾ കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് നമ്മൾ എപ്പോൾ അകന്നു മാറുന്നുവോ അവിടെ നമുക്ക് ട്രബിൾ ഉണ്ട്. അവിടെ നമുക്ക് ചലഞ്ചസ് നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. കർത്താവിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ സകല ചലഞ്ചസിനെയും നമുക്ക് നേരിടുവാനായിട്ട്, നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട്, നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യോശുവ ഈ പുസ്തകത്തിലുടനീളം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്ക് വിജയമുണ്ട്, അവർക്ക് പരാജയമില്ല. അവർക്ക് സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിക്കുകയുണ്ടായിരുന്നു. ഒരു തവള ഒരു കളപ്പുരയിൽ ചെന്ന് അവിടെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. എന്തൊക്കെ ഉണ്ട് അവിടെ ഈ കളപ്പുര, അതായത് കൃഷി സാധനങ്ങളും മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന ആ സ്ഥലത്ത് ആ തവള ചെന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ ഒരു പാത്രത്തിൽ പകുതി നിറച്ച് പാല് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിൽ ചെന്ന് വീഴുകയുണ്ടായി. അത് വളരെ പണിപ്പെട്ടു, ഒരുപാട് ശ്രമം നടത്തി പുറത്തു വരുവാനായിട്ട്. കാരണം ആ പാല് ആ പാത്രത്തിൻ്റെ പകുതി വരെയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ചാടി പുറത്തു പോകാനായിട്ട് പറ്റുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? അതിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അത് പുറത്ത് ചാടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ 2 കാലുകൾ ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് ചവിട്ടുവാൻ ശ്രമിച്ചു. കാരണം അങ്ങനെ ചവിട്ടി ആ ഫോഴ്സിൽ പുറത്തു വരാമെന്ന് അത് വളരെ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പരാജയമായി. പക്ഷേ ആ യുദ്ധം തവള അവിടെ അവസാനിപ്പിച്ചില്ല. വീണ്ടും ഇങ്ങനെ തൻ്റെ 2 കാലുകളും ആ പാലിനകത്തിട്ടിങ്ങനെ അടിച്ചടിച്ച് എത്രത്തോളം കഴിയാമോ അത് ഇങ്ങനെ പാൽ അടിച്ചടിച്ചു കൊണ്ടിരുന്നു. അവസാനം ആ പാല് വെണ്ണയായി തീർന്നു. ആമേൻ. വെണ്ണയായി തീർന്നപ്പോൾ അത് ഈസിയായിട്ട് അതിൽ ചവിട്ടി പുറത്ത് കടന്നു എന്ന് ഒരു സ്റ്റോറി ഇങ്ങനെ വായിക്കുകയുണ്ടായി. നെവർ ഗിവ് അപ്പ്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധികളെയും ഓവർകം ചെയ്ത് നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പാലിനെ അത് വെണ്ണയാക്കുന്ന ഒരനുഭവം. പറഞ്ഞ മനസ്സിലായോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
അവൻ അങ്ങനെയുള്ള അനുഭവങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരിക്കലും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാൻ സാധിക്കണമെങ്കിൽ we need to cling to the Lord our God. കർത്താവിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ, കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത് യോശുവ ജനത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 23 അധ്യായം 11 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ബി വെരി കെയർഫുൾ therefore to love the Lord your God. എന്തിനാണ് നമ്മൾ ജാഗ്രതയുള്ളതായിരിക്കേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ലവ് യുവർ ഗാഡ്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആ യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ വിജയകരമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നാമതായിട്ട് യോശുവ പറയുന്നത് ബി വെരി സ്ട്രോങ്. എന്തിനു വേണ്ടി? ഈ വചനത്തെ സൂക്ഷിക്കുവാനും ആ വചനം എന്തു പറയുന്നുവോ അതേപോലെ ചെയ്യുവാൻ. 2, യു ഷാൽ ക്ലിങ് ടു ദ ലോർഡ്. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നു ബി വെരി കെയർഫുൾ. എന്തിനു വേണ്ടി? ടു ലവ് ദ ലോർഡ് യുവർ ഗാഡ്. നമ്മുടെ ദൈവമായ കർത്താവിനെ, നമ്മുടെ യേശുവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുവാൻ. ആമേൻ. ബി വെരി കെയർഫുൾ. നാളുകളിൽ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. 4ാമത് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 14. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാം. നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. എങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത്? ഫിയർ ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക. 2 കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഫിയർ ദ ലോർഡ് ആൻഡ് സെർവ് ഹിം. സെർവ് ഹിം. ദൈവത്തെ ഭയപ്പെടുക. സെർവ് എന്ന് പറഞ്ഞാൽ, സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. ഫിയർ ദ ലോർഡ്, വർഷിപ്പ് ഓൺലി ദ ലിവിങ് ഗോഡ്, ട്രൂ ഗോഡ്. കർത്താവിനെ ഭയപ്പെടുക, ആ കർത്താവിനെ മാത്രം ആരാധിക്കുക. സെർവ് ഹിം, ഫിയർ ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. ഒരു സെർവൻ ഹാർട്ട് ഈ ജനത്തിൽ നിന്ന് യോശുവ ആഗ്രഹിക്കുന്നത്. എന്നിൽ നിന്നും പ്രിയപ്പെട്ടവരെ, ഈ വചനം പരിശോധിക്കുന്ന, പഠിക്കുന്ന സകലരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് വി നീഡ് എ സെർവൻ ഹാർട്ട് ടു സെർവ് ദ ലോർഡ്, serve God's people, serve the nation. ദൈവസന്നിധിയിൽ കർത്താവിനെ വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ സേവിക്കുവാനും ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും കഴിയണമെങ്കിൽ ഒരു സെർവൻ ഹാർട്ട് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ദാസനായി, ദൈവത്തിൻ്റെ ദാസിയായി കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ ദൈവം അതെ ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. ഇൻ സിൻസിയറിറ്റി ആൻഡ് ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. ആ 2 വാക്കുകൾ മറന്നു പോകരുത്. എങ്ങനെയെങ്കിലും സേവിക്കുകയല്ല, എങ്ങനെയെങ്കിലും കർത്താവിനെ ഭയപ്പെടുകയല്ല, പരമാർത്ഥ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ അത് ചെയ്യുമ്പോഴാണ് ദൈവം അത് കൈക്കൊള്ളുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇഫ് യു ഫിയർ ദ ലോർഡ്, ഇഫ് യു സെർവ് ദ ലോർഡ്, ഡു ദാറ്റ് ഇൻ സിൻസിയറിറ്റി ആൻഡ് ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തയോടും
ആമേൻ, പരമാർത്ഥ ഹൃദയത്തോടും കൂടെ നമുക്കത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ആമേൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരു സർവൻ ഹാർട്ട്. ആമേൻ. ഈ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു സർവൻ ഹാർട്ടുള്ള ഉണ്ടായിരുന്ന ഒരു ഭക്തനെ ഓർപ്പിച്ചുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൽ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ സെർവൻറ്റ്, മൈ സെർവൻറ്റ് മോസസ് ഡൈഡ്. അതുകൊണ്ട് നീ ഈ ദൗത്യം ഏറ്റെടുക്കണം. അവിടെ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള ഒരു വാക്കിലൂടെ ആ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ യോശുവയുടെ പുസ്തകം അവസാനിക്കുന്നതും ഒരു സെർവന്റ് ഹാർട്ട് ഉണ്ടായിരുന്ന യോശുവയുടെ മരണത്തോടു കൂടെയാണ്. അപ്പം മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വിഷയം. മോശ സെർവന്റ് ഹാർട്ടോടുകൂടെ മരിച്ചു. ഇവിടെ 24-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ സെർവൻ ഹാർട്ടോടുകൂടെ ഒരു സെർവന്റായി തന്നെ അവിടെ യോശുവായും മരിക്കുകയാണ്. അപ്പം ഈ പുസ്തകം ആരംഭിക്കുന്നതും ഒരു സെർവന്റ് ഹാർട്ടോടുകൂടെയും അവസാനിക്കുന്നതും ഒരു സെർവന്റ് ഹാർട്ടോടുകൂടെയാണ്. സെർവ് ദ ലോർഡ്, വർഷിപ്പ് ദ ലോർഡ്, ഫിയർ ദ ലോർഡ്. നമ്മുടെ കുടുംബത്തെയും നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ എന്നെ ചലഞ്ച് ചെയ്ത ഒരു വാക്കുണ്ട്. ഈ യോശുവ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതെന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു. ഞാൻ ചിന്തിച്ചു, ഈ 24-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവ പറയുന്നുണ്ട്, യു ആർ നോട്ട് ഏബിൾ ടു സെർവ് ദ ലോർഡ്, ഫോർ ഹീ ഈസ് എ ഹോളി ഗാഡ്, ഹീ ഈസ് എ ജലസ് ഗാഡ്, ഹി വിൽ നോട്ട് ഫോർഗീവ് യുവർ സിൻസ്. അപ്പോൾ ഇതുവരെയും പരമാർത്ഥ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെയൊക്കെ ദൈവത്തെ സേവിക്കണമെന്ന് പറഞ്ഞിട്ട് 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യു കനോട്ട് സെർവ് ദ ലോർഡ് യുവർ ഗോഡ്. ആ വേർഡ് എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു. എന്തുകൊണ്ട് യോശുവ അങ്ങനെ പറഞ്ഞു? വൈ ഡസ് ജോഷുവ ഡിക്ലെയർ യു കാൻ സെർവ് ദ ലോർഡ്? എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ്. ജോഷുവ ഈസ് നോട്ട് ട്രൈങ് ടു ഡിസ്കറേജ് ദെയർ ഫെയ്ത്ത്, ബട്ട് ഓൺലി ഡിസ്കറേജിങ് വൺ തിങ്. എന്താണ്? നിങ്ങൾ ഇതിനെ ഒരു ലൈറ്റ് കമ്മിറ്റ്മെന്റോടുകൂടി എടുക്കരുത്, ലൈറ്റായിട്ട് ഇതിനെ എടുക്കരുത്. ഏത്? ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ, ആത്മീയ കാര്യങ്ങളെ, പ്രവർത്തനങ്ങളെ ലൈറ്റായിട്ട് കണ്ടുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതിനോടൊരു പൂർണ്ണമായ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ മറ്റുള്ളതിനൊക്കെ കൂടുതൽ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ട് ഈ വചനത്തിന് കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ നിങ്ങൾ പോയാൽ യു കനോട്ട് സെർവ് ദ ലോർഡ്. ആ ഒരു അർത്ഥമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. കർത്താവിന് സ്തോത്രം. കാരണം കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ അത് ആ പരമാർത്ഥ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയണം. അല്ല എങ്കിൽ വി കനോട്ട് സെർവ് ദ ലോർഡ്. ആ ഒരു ആശയത്തിലാണ്, അല്ലാതെ ഡിസ്കറേജ് ചെയ്യുവാനായിട്ടല്ല. നമുക്കറിയാം, യേശു തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ലെന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട് 14-ാം വാക്യത്തിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ജനങ്ങളെ യേശു അവിടെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അവരെ ഡിസ്കറേജ് ചെയ്യുകയല്ല. ഒന്നാമതായിട്ട് പറയുന്നു, നിങ്ങളുടെ അപ്പനെയും അമ്മയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഹേറ്റ് ചെയ്യുവാനായിട്ട്, നിങ്ങൾക്ക് പകയ്ക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടാമതായിട്ട് യേശു പറയുന്നു, നിങ്ങളുടെ ക്രൂശ് എടുത്തും കൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അവസാനമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം? യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് കഴിയത്തില്ല എന്ന് പറയുകയാണ്. അവിടെയും ഈ ഒരു സെയിം ഒരു തോട്ടാണ് എൻ്റെ മനസ്സിലേക്കും വന്നത്, ഈ യോശുവയുടെ അതേ തോട്ട്. അതായത് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ എവിടെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, അതാണൊരു വിഷയം. അല്ലാതെ കുടുംബത്തെ സ്നേഹിക്കേണ്ടെന്നോ, ഭാര്യയെ സ്നേഹിക്കേണ്ടെന്നോ, മക്കളെ സ്നേഹിക്കേണ്ടെന്നോ, പിതാക്കന്മാരെ മാതാക്കന്മാരെ സ്നേഹിക്കേണ്ടെന്നോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാമ്പത്തികമായ നന്മകൾ അതിനെയൊക്കെ പൂർണ്ണമായിട്ടെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ യേശുവിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെന്റ്,
യേശുവിനേക്കാൾ കൂടുതൽ സ്നേഹം നമ്മൾ അതിനൊക്കെ കൊടുക്കുന്നുവെങ്കിൽ we cannot be a servant or a disciple. അതാണ് യേശു അവിടെ അർത്ഥമാക്കിയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കർത്താവിനോട് കൂടെ ആയിരിക്കട്ടെ, യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കട്ടെ. അതിൽ താഴ്ന്നു നിൽക്കണം നമ്മുടെ സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ. കുടുംബത്തോടും സമൂഹത്തോടും അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളോടും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലും അതൊന്നും ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതലായി കർത്താവിനെ സ്നേഹിക്കുക. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒന്നിനെ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചാൽ വി cannot serve the Lord. We cannot be a servant or disciple. സോ പൂർണ്ണമായി കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ സേവിക്കുവാനും നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ, മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.